ഇന്നതെ ജനുവരി 13 ഞങ്ങളുടെ ഡാഡി പോയിട്ട് ഇന്ന് 22 ദിവസമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ ഡാഡിനെ പറ്റി പറയാറുണ്ട് അല്ലേ. ഞാനിപ്പോൾ മുറ്റത്ത് ഇറങ്ങി വന്ന് ഇവിടെ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതുണ്ട്, ഞങ്ങളുടെ ചാമ്പയൊക്കെ പിന്നെയും പൂത്തു. ഈ ചാമ്പ ഡാഡിയുടെ കൂടെ പോയി ഞങ്ങൾ മേടിച്ചതാണ്. കണ്ടില്ലേ, ഞാനെപ്പോഴും ഈ ചാമ്പേനെ കുറിച്ച് പറയാറില്ലേ, ചാമ്പ പൂത്തു പിന്നെയും പിന്നെയും കാലം അല്ലേ. എനിക്ക് ആദ്യം ഡാഡി പോയത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നേ. പക്ഷെ ഞാനിപ്പോൾ ഇതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. കാരണം വീണ്ടും കിളികൾ ചിലയ്ക്കണം. വീണ്ടും എന്താ പറയുക, നമ്മളിങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കരുത് എന്ന് എന്നെ ദൈവം എനിക്ക് പറഞ്ഞു തരികയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിനി ജീവിക്കണം. ആ ആൾ പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ആ സത്യത്തിലേക്ക് ഞാൻ വീണ്ടും ഞാൻ ആ സത്യം മനസ്സിലിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ഇപ്പം ഞങ്ങളുടെ ഡാഡി എന്തായാലും സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഇങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളുടെ മരണം നമുക്ക് വേദന തരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. ആളുടെ മരണം ഉൾക്കൊണ്ട്, മരണമില്ലാത്ത വീടുകളുണ്ടോ? മരണം എല്ലാവർക്കും ഉണ്ട്, ജനിച്ചാൽ മരിക്കണം അല്ലേ. അപ്പം എല്ലാവരും എന്താ പറയുക, ഏറ്റവും വലിയ ദുഃഖം മരണമാട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം എന്താ പറയുക, ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ കാണും നമുക്കത് അക്സെപ്റ്റ് ചെയ്യണം. മരണമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ പോയാൽ ഇനി ആ സ്ഥാനത്ത് വേറൊരാളുണ്ടാകില്ല അല്ലേ. ഇപ്പോൾ കണ്ട ആ ചാമ്പയൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ എനിക്ക് ചാമ്പ മരം കാണുമ്പോഴും ചാമ്പങ്ങ ഉണ്ടാകുമ്പോഴും ഡാഡിയില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമുക്കൊരു എന്താ പറയുന്നത്, ഈ ലോകത്തിലെ നിമിഷങ്ങളെല്ലാം വെറും എന്താ പറയണേ, പെട്ടെന്ന് കടന്നു പോകും, സമയം പെട്ടെന്ന് കടന്നു പോകും എന്നെല്ലാം ചിന്തിക്കണം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഓരോ നിമിഷം ജീവിക്കുക.